കഴിഞ്ഞ ആഴ്ച നമ്മൾ പിച്ചിനെക്കുറിച്ചും അതുപോലെ മെട്രോണോമിനെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പാട്ടുകളിലേക്ക് വരാം. ഇന്നത്തെ പാട്ടുകൾ നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ഞാനത് പാടാനായി ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ പേരുകൾ ഞാനൊന്ന് വിളിക്കാം, ഒന്ന് പറയാം. 191 പാട്ട് സ്തോത്രം സ്തോത്രം സ്തോത്ര സംഗീതങ്ങളാൽ. അത് മൈക്കിൾ ബ്രദർ പാടും. പൂഴിത്തോട് ചർച്ചിലെ മൈക്കിൾ ബ്രദർ പാടും. സ്തോത്രം ചെയ്യുക എൻ മനമേ എന്ന ഗാനം കോഴഞ്ചേരിയിൽ നിന്ന് ജോമോൻ ജോർജ് പാടും. സ്തോത്രം ശ്രീ മനുവേലനെ, അത് കട്ടിളപ്പൂവം ബേബിച്ചൻ സോഹൻ പാടും. ദൈവസന്നിധവും ഞാൻ സ്തോത്രം പാടിയിടും, അത് സിജി ബെന്നി കോഴഞ്ചേരി പാടും. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം മാറികയിൽ നിന്ന് ലോയിസ് പാടും. ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനെ ND ജോർജ് സോരം പാടും. ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ആരോൺ ഷാജി തിരുവാമ്പാടി പാടും. സ്തോത്രമേശുവേ സ്തോത്രമേശുവേ എന്ന ഗാനം ജോമോൻ പാടും. വന്ന വഴികൾ ഒന്നോർത്തിയിടുകിൽ ലിൻഡു സുൽത്താൻ ബത്തേരി. ഇത്രയും ആളുകൾ ഒരുങ്ങി വന്നിട്ടുണ്ട്. അതിൽ മൽപ്രാണ നായകനെ മാ കൃപാ സിന്ധോ എന്ന പാട്ട് മാത്രം ആരെങ്കിലും ഉണ്ടെങ്കിൽ പാടാം, ഇല്ലെങ്കിൽ ജെയിംസ് ഓർണ പാട്ട് പാടുന്നതാണ്. 191 പാട്ടാണത്. ഞാനൊന്ന് പാടാം. 191. ഈ പാട്ട് തുടങ്ങുന്നത് ഹൈ പിച്ചിലും അനുപല്ലവി ലോ പിച്ചിലുമാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ആദ്യം പിച്ച് കൂടുതലാണെന്ന് തോന്നും, പക്ഷേ താഴോട്ടാണ് പിന്നെ പാട്ട് പോകുന്നത്. ഓക്കെ, സ്തോത്രം സ്തോത്രം സ്തോത്ര സംഗീതങ്ങളാൽ കർത്തനെ സ്തുതിച്ചിടും ഞാൻ. സ്തോത്രം സ്തോത്രം സ്തോത്ര സംഗീതങ്ങളാൽ കർത്തനെ സ്തുതിച്ചിടും ഞാൻ. പാപത്തിൻ കുഴിയിൽ ശാപത്തിൻ വഴിയിൽ പാരം വലഞ്ഞ എന്നെ, പാപത്തിൻ കുഴിയിൽ ശാപത്തിൻ വഴിയിൽ പാരം വലഞ്ഞ എന്നെ തേടി വന്നു ജീവൻ തന്നു നേടിയെടുത്തിടയൻ. തേടി വന്നു ജീവൻ തന്നു നേടിയെടുത്തിടയൻ. സ്തോത്രം സ്തോത്രം സ്തോത്ര സംഗീതങ്ങളാൽ കർത്തനെ സ്തുതിച്ചിടും ഞാൻ. ഓക്കെ, അടുത്ത പാട്ട് 192 സ്തോത്രം ചെയ്യുക എൻ മനമേ.
സ്തോത്രം ചെയ്യുക എൻ മനമേ നീ അവന്റെ കാവൽ ഓർത്തു നിത്യം പാടി സ്തുതിക്കാം. സ്തോത്രം ചെയ്തു വാഴ്ത്തിടുവാൻ യോഗ്യനായി മറ്റാരുമില്ല. ചോര ചിന്തി ശുദ്ധിയാക്കി ശാശ്വത സന്തോഷമേകി സ്തോത്രം ചെയ്യുക എൻ മനമേ നീ അവന്റെ കാവൽ ഓർത്തു നിത്യം പാടി സ്തുതിക്കാം. ഇത്ര ട്യൂണേ ഉള്ളൂ. അതിന്റെ ടെമ്പോ എത്രയായിരുന്നു? 190 ഉണ്ട്. 190 നമ്മൾ ഇതിലിട്ടേക്കുന്നത്. ഇത്രയുണ്ടല്ലേ? ആ, ഓവർ സ്പീഡ് പോലെ തോന്നിയോണ്ട് ഇല്ല. സ്തോത്രം ചെയ്യുക എൻ മനമേ നീ സ്തോത്രം ചെയ്യുക എൻ മനമേ നീ അവന്റെ കാവൽ ഓർത്തു നിത്യം പാടി സ്തുതിക്കാം. അത് ഞങ്ങൾ ആ ടെമ്പോ ഇടുമ്പോ മെട്രോണോം ഇടുമ്പോ ആ സ്പീഡിൽ ഓവർ സ്പീഡ് പോലെ തോന്നുന്നത് അതൊന്ന് വിട്ട് പാടിക്കാമോ? കേൾപ്പിക്കാമോ? മെട്രോണോമില് 190 ഇട്ടാൽ കേൾപ്പിക്കാം. അത് പാടിട്ട് അങ്ങ് ശരിയാകുന്നില്ല, അതുകൊണ്ട്. ഇല്ലല്ലേ? ഓക്കെ. സ്തോത്രം ചെയ്യുക എൻ മനമേ നീ അവന്റെ കാവൽ ഓർത്തു നിത്യം പാടി സ്തുതിക്കാം. സ്തോത്രം ചെയ്യുക എൻ മനമേ നീ അവന്റെ കാവൽ ഓർത്തു നിത്യം പാടി സ്തുതിക്കാം. 1 2 3 1 2 3 4 1 2 3 1 1 2 3 1 2 3 4 1 2 3 1. സ്തോത്രം ചെയ്തു വാഴ്ത്തിടുവാൻ യോഗ്യനായി മറ്റാരുമില്ല. ചോര ചിന്തി ശുദ്ധിയാക്കി ശാശ്വത സന്തോഷമേകി സ്തോത്രം ചെയ്യുക എൻ മനമേ നീ അവന്റെ കാവൽ ഓർത്തു നിത്യം പാടി സ്തുതിക്കാം. 1 2 3 1 2 3 1 2. ഇത്ര നല്ല രക്ഷിതാവിൻ്റെ അങ്ങനെ പോകും. കൺഫ്യൂഷൻ മാറിയോ? ആരായിരുന്നു കൺഫ്യൂഷൻ പറഞ്ഞത്? കൺഫ്യൂഷൻ മാറിയോ? മാറിയെന്ന് പറഞ്ഞാൽ അടി ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നു. അതൊരു വെറും 90 ആക്കിയാൽ നമ്മളെ ആ താളത്തിനനുസരിച്ച് പാടാമല്ലോ എന്ന് എനിക്ക് തോന്നിയതാ. നമ്മുടെ ഒരു ഫീലിംഗ് മറ്റൊരു അടി സ്പീഡിൽ പോകുന്നവരോ തോന്നുന്നു. ഇത് നമ്മുടെ താളം എന്ന് പറയുന്നത്, അതായത് ക്രോച്ചറ്റ് ബീറ്റ് അല്ല ഇത്. ഈ 7/8 എന്ന് പറയുന്നത് ക്രോച്ചറ്റ് ബീറ്റ് അല്ല, ക്വേവർ ബീറ്റാണ്. അപ്പോൾ അതിൻ്റെ താളം എന്ന് പറഞ്ഞാൽ 7 അക്ഷരം വരണം. നമ്മൾ അടിക്കുന്നത് അത്ര അടിക്കണ്ട. 1 2 1 2 3 1 2 3 4 1 2 3 1 2 3 അത്ര അടിച്ചാൽ മതി. താളം അടിക്കുമ്പോൾ അത്ര സ്പീഡിൽ അടിക്കണ്ട, പക്ഷേ ആ താളം ആ കൗണ്ടാണ്. 90 ഇട്ട് കേൾപ്പിക്കാം.
ഇതിലെങ്ങനെ പാടുന്നേ? ഇതിലെങ്ങനെ പാടുന്നേ? പാടാൻ പറ്റില്ല. ഇത് ക്രോച്ചറ്റ് ബീറ്റാണ്. 1 2 3 1 2 3 1 2 3 4 അങ്ങനെ പറയണമല്ലോ. അങ്ങനെ തന്നെ പറയണം. One two three, 1 2 3 4, 1 2 3 1 2 1 2 3 1 2 3 4 ഇങ്ങനെ താളടിച്ചാൽ മതി. 1 2 3 1 2 3 4 1 2 3 1 2 3 4 1 2 3 1 2 അങ്ങനെ അടിച്ചാൽ മതി. ഓക്കെ. ഓക്കെ. മറ്റേതിൽ പാടാൻ പറ്റത്തില്ല, ആ ആക്സെൻറ്റ് നമുക്ക് കിട്ടത്തില്ല. അതാണ്. അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോകാം. അടുത്ത പാട്ട് സ്തോത്രം ശ്രീ മനുവേലനെ. പാടിക്കോളൂ. അടുത്ത ആൾ ഞാൻ പേര് വിളിച്ചല്ലോ, അത് നിങ്ങൾ അടുത്ത പാട്ടങ്ങ് പറയും, പാടിക്കൊണ്ടാൽ മതി. ബേബിച്ചൻ. സ്തോത്രം ശ്രീ മനുവേലനെ മമ ജീവനെ മാഹേശനെ. സ്തോത്രം ശ്രീ മനുവേലനെ മമ ജീവനെ മാഹേശനെ. പാട്ടലത്തിൻ പരിചയമായി പാട്ടലത്തിൻ പരിചയമായി പാരിപ്പനാഥനെ മമ ജീവനെ മാഹേശനെ. സ്തോത്രം ശ്രീ മനുവേലനെ മമ ജീവനെ മാഹേശനെ. ആ, കറക്റ്റാണ്. ഓക്കെ ബേബിച്ച, താങ്ക് യു. ഒന്ന് സ്പോട്ട് ലൈറ്റ് ചെയ്താണെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. ഓക്കെ, അടുത്ത പാട്ട് ദൈവസന്നിധിയിൽ ഞാൻ സ്തോത്രം പാടിയിടും, സിജി ബെന്നി. ദൈവസന്നിധം ഞാൻ സ്തോത്രം പാടിടും, ദൈവം നൽകിയ പിച്ചൊരു പ്രശ്നമുണ്ടല്ലോ. പിച്ച് ഒരു മിനിറ്റ്. അതിൻ്റെ പിച്ച് ഏതായിരുന്നു? ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഏതാ പിച്ചത്? അതിന്റെ പിച്ച് ഏതാണ്? 91. ഇ മേജർ അല്ലേ? ഇ മേജർ. അത് പായിൽ നിന്നാണ് പാട്ട് പോകുന്നത്. സിസ്റ്റർ പാടിയപ്പോ ദൈവസന്നിധവും ഞാൻ, പിച്ച് സായിൽ നിന്നാണ് പാട്ട് പോകുന്നത്. ദൈവസന്നിധവും ഞാൻ സ്തോത്രം പാടിയിടും, ദൈവം നൽകിയ. ഇല്ല സിസ്റ്റർ, ഒന്ന് കേൾക്കൂ, ഒരു മിനിറ്റ്, ഞാൻ പാടിത്തരുന്നു, ഒന്ന് കേട്ടോളൂ. ദൈവസന്നിധവും ഞാൻ സ്തോത്രം പാടിയിടും, ദൈവം നൽകിയ നന്മകൾക്കാ. അതാണ് കറക്റ്റ് പിച്ച്. ദൈവസന്നിധവും ഞാൻ സ്തോത്രം പാടിടും, ദൈവം നൽകിയ നന്മകൾക്കാ. ദൈവം ഏകിതൻ സൂനുവെ പാപിയെനിക്കായി, ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. ഓക്കെ. ഞാൻ ഇപ്പോഴും നമുക്ക് ഈ പിച്ചിൽ നിന്ന് പാട്ട് മറ്റൊരു നോട്ടിൽ നിന്ന് പാട്ട് വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. നമുക്കത് സെക്കൻഡ് സെഷനിൽ അതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം.
നമ്മൾ പാടുന്ന പാട്ടുകൾ ശരിക്കും സായിൽ നിന്ന് തന്നെയല്ല പാട്ടുകൾ തുടങ്ങാവുന്നത്. പല നോട്ടുകളിൽ നിന്ന് പാട്ടുകൾ തുടങ്ങും. അപ്പോൾ ആ നോട്ട് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ളൊരു ട്രെയിനിങ് ഇനിയും നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ശരി, അങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, അടുത്ത പാട്ടിലേക്ക് പോകാം. ഇതിൻ്റെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പിച്ചൊന്ന് പാടി വയ്ക്കാം. ഇതിൻ്റെ ഇത് ഇ മേജറാണ്. ഇവിടെ നിന്നാണ് പാട്ട് പോകുന്നത്. ദൈവസന്നിധവും ഞാൻ പാടി സ്തുതിക്കും. ദൈവസന്നിധവും ഞാൻ സ്തോത്രം പാടിയിടും. ദൈവം നൽകിയ നന്മകൾക്കാ ദൈവമേകിതൻ സൂനുവെ പാപിയെനിക്കായി ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും. സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും. സ്തോത്രഗീതം പാടി സ്തുതിക്കും. എൻഡിങ് നോട്ടാണ് പിച്ചിൽ വരുന്നുള്ളൂ. ഓക്കെ, നമുക്കതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം, അടുത്ത സെഷനിൽ ചെയ്യാം. ഓക്കെ, അടുത്ത പാട്ട് പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം. പാടാവേ? യെസ്. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിനു സ്തോത്രം. എന്റെ ദൈവത്തിനു സ്തോത്രം. വീഡിയോ. എണ്ണിയാൽ തീരാത്ത നന്മകളോർത്ത് ദൈവത്തിനു സ്തോത്രം. എന്റെ ദൈവത്തിനു സ്തോത്രം. കൃപയാ കൃപയാ ദൈവത്തിൻ കൃപയാ ദയയാ ദയയാ ദൈവത്തിൻ ദയയാ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കരകയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കരകയറ്റി. ക്രിസ്തു എന്ന പാറമേൽ നിർത്തിയതോ ദൈവകൃപയാ ദൈവകൃപയാ. ക്രിസ്തു എന്ന പാറമേൽ നിർത്തിയതോ ദൈവകൃപയാ ദൈവകൃപയാ. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിനു സ്തോത്രം. എന്റെ ദൈവത്തിനു സ്തോത്രം. താങ്ക് യു ലോവീസ്, നന്നായി പാടി. അടുത്ത പാട്ട് ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ. എൻ ഡി ജോർജ്. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ. പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ. പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. സ്തോത്രം സ്തോത്രമെന്നും സ്തോത്രമേ. സ്തോത്രം സ്തോത്രമെന്നും സ്തോത്രമേ. എന്നെ തേടി നീ
മണ്ണിൽ വന്നോ എന്നെ തേടി നീ, മണ്ണിൽ വന്നോ എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നോ, എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നോ. ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ഓക്കെ, നമ്മളത് പാടി പഠിച്ച പാട്ടാണ്. സ്തോത്രം പാടിയത് വാഴ്ത്തിടുന്നു ഞാൻ സ്തോത്രം, അങ്ങനെയായിരുന്നു ജോർജ് പാടിയത്. ഈ നെറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നറിയത്തില്ല, മാറി വന്ന പോലെ എനിക്ക് തോന്നി. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. സ്തോത്രം സ്തോത്രമെന്നും സ്തോത്രമേ, സ്തോത്രം സ്തോത്രമെന്നും സ്തോത്രമേ. അങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് നമ്മൾ എന്നാൽ അതെന്റെ ശ്രദ്ധയെ വന്നില്ല. ഞാനെന്നാൽ ആ പാട്ട് പഠിച്ചത് ഞങ്ങൾ നേരത്തെ പാടിയ സ്റ്റൈലിലാണ് പാടിയേ. അതെ അതെ, പാടുന്ന സ്റ്റൈലില്ല. ഓക്കെ, സോറി. അപ്പോൾ നമുക്കൊരു യൂണിഫോമിറ്റി കിട്ടാനായിട്ട് നമുക്കത് എല്ലാവരും ഒരുപോലെ ആക്കുന്നത് നല്ലതാണ്. ശരി, അപ്പോൾ പലതും മാറി കിടക്കാതിരിക്കും. ഓക്കെ, താങ്ക് യു, നന്നായി പാടി. ഓക്കെ, അടുത്ത പാട്ട് ഞാനവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാടിയേക്കാം ആ പോർഷൻ. അല്ലേ, ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. സ്തോത്രം സ്തോത്രമെന്നും സ്തോത്രമേ, സ്തോത്രം സ്തോത്രമെന്നും സ്തോത്രമേ. രണ്ടു പ്രാവശ്യം പാടാം. എന്നെ തേടി നീ മണ്ണിൽ വന്നെന്നോ, എന്നെ തേടി നീ മണ്ണിൽ വന്നെന്നോ, എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നെന്നോ, എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നെന്നോ. ബലഹീനനാകുമെന്നെ താൻ നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. സ്തോത്രം. ഓക്കെ, അടുത്ത പാട്ട് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അടുത്തയാൾ വീഡിയോ ഓൺ ചെയ്തോളൂ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം എന്നേക്കും. കാവലിമലയിൽ ക്രൂശിൽ മരിച്ചോരും, കാവലിമലയിൽ ക്രൂശിൽ മരിച്ചോരും രക്ഷകന് സ്തോത്രം എന്നേക്കും. എന്റെ രക്ഷകന് സ്തോത്രം എന്നേക്കും. ഓക്കെ, എല്ലാം ഒറ്റ ട്യൂണാണ്. താങ്ക് യു മോനെ, നന്നായി പാടി. ഞാൻ അതിൻ്റെ പിച്ച് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. അതിൻ്റെ പിച്ച് ജി അല്ലേ? ഗായിനാണ് പാട്ട് പോണത്. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. അടുത്ത പാട്ട് സ്തോത്രമേശുവേ. സ്തോത്രമേശുവേ. സ്തോത്രമേശുവേ, സ്തോത്രമേശുവേ,
സ്തോത്രമേശുവേ സ്തോത്രമേശുവേ നിന്നെ മാത്രം നന്ദിയോടെ എന്നും വാഴ്ത്തി പാടും ഞാൻ നിന്നെ മാത്രം നന്ദിയോടെ എന്നും വാഴ്ത്തി പാടും ഞാൻ ഓക്കെ, ഒറ്റ ട്യൂണല്ലേ ഉള്ളൂ, ഒറ്റ ട്യൂണേ ഉള്ളൂ. ഒറ്റ ട്യൂണ്. അതിൽ നിന്നെ മാത്രം നന്ദിയോടെ എന്നും വാഴ്ത്തിപ്പാടും ഞാൻ നിന്നെ ആ സെയിം ട്യൂൺ തന്നെ പാടിയാൽ മതി, സെക്കൻഡ്. ഓക്കെ, അടുത്ത പാട്ട് മൽപ്രാണ നായകനെ ജെയിംസ് ഓവൻ അതൊന്ന് പാടി സഹായിക്കും. മൽപ്രാണനായകനേ മാതൃകാ സിന്ധു മൽപ്രാണനായകനേ സത്പ്രകാശമേ ദിവ്യ സുസ്നേഹമായ വന്ദേ മൽപ്രാണനായകനേ മാ കൃപാ സിന്ധു മൽപ്രാണനായകനേ. ഓക്കെ, താങ്ക് യു. അടുത്ത പാട്ട് വന്ന വഴികൾ, ഒന്നോട് ലിൻറ്റു ബത്തേരി. എന്നും കരങ്ങളിൽ വഹിച്ചവനേ എന്നും കരങ്ങളിൽ വഹിച്ചവനേ വന്ന വഴികൾ ഇന്നയോളം എന്നും കരങ്ങളിൽ എന്നും കരങ്ങളിൽ നന്നായി പാടി. ഓക്കെ, താങ്ക് യു. ഇത്തിരി നെറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ശരിക്ക് എല്ലാ ലൈൻസും കിട്ടിയില്ല. ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും വേണ്ടി ഒന്ന് മൂളിയിട്ടേക്കാം. വന്ന വഴികൾ ഒന്നോർത്തിടുകിൽ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ നന്മ മാത്രം ഞങ്ങൾക്കായി തന്നു നവ്യമാക്കി
ജീവിതം. നന്മ മാത്രം ഞങ്ങൾക്കായി തന്നു, നവ്യമാക്കി ജീവിതം. നാവിനാലെ കീർത്തിച്ചിടുവാൻ നാൾ മുഴുവൻ കൃപ കാട്ടി നീ. നാവിനാലെ കീർത്തിച്ചിടുവാൻ നാൾ മുഴുവൻ കൃപ കാട്ടി നീ. വന്ന വഴികൾ ഒന്നോർത്തിടുകിൽ, ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരങ്ങളിൽ വഹിച്ചവനേ. ഓക്കെ, നിങ്ങളെല്ലാവരും പാടി, നന്നായി പാടി. നമ്മുടെ അടുത്ത സെഷനിൽ നമുക്ക് ശ്രുതിയെക്കുറിച്ച് കുറച്ചുകൂടെ ഡിസ്കഷൻ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ശ്രുതി കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോഴും കുറച്ച് നമുക്കൊരു ബുദ്ധിമുട്ട് ചിലർക്കെങ്കിലും ഉണ്ട്. നമുക്കത് ഒന്നുകൂടി നമ്മളൊന്ന് റെഫർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്കതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാകും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പാടിയ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ചയും പാടാനായിട്ട് ഒരുങ്ങി വരണം. കൂടുതൽ ആളുകൾ പാടാനായിട്ട് മുൻപിലേക്ക് വരണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ പാടുന്ന പാട്ടുകൾ ഇടറി വീഴുവാൻ ഇടതരല്ലേ നീ എന്ന് തുടങ്ങുന്ന പാട്ടാണ് ഒന്നാമത്തെ പാട്ട്. 840 പാട്ടാണ്. ജീവിതത്തെ മനോഹരമാക്കുവാൻ മറന്നുപോയ ഒരാളാണ് ഞാൻ. എൻ്റെ അറിയാതെ ചെയ്തതായിരിക്കുന്ന പാപങ്ങളെല്ലാം കണ്ണുനീരോടുകൂടെ അവിടുത്തെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞപ്പോൾ അവിടുന്ന് എനിക്ക് ക്ഷമിച്ചു തന്നു. കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ നിലവിളിച്ചപ്പോൾ അവിടുന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ചെവി തന്നു. ഇനിയും കർത്താവേ, അവിടുത്തെ കൃപയിൽ എന്നെ നടത്തണമേ. നല്ലിടയാ, ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കുന്നു, എന്നെ നടത്തണമേ എന്ന ഒരു പ്രാർത്ഥനയാണ് ഈ പാട്ടിൻ്റെ ആശയം. ഇടതരല്ലേ നീ യേശുനായക, ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കും നിതാ. ഇടറി വീഴുവാൻ ഇടതരല്ലേ നീ യേശുനായക, ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കും നിതാ. മുൾക്കിരീടം ചാർത്തിയ ജീവദായക,
പുൽത്തടത്തിൻ തേങ്ങൽ നീ കേട്ടിടില്ലയോ? ഇടറി വീഴുവാൻ ഇടതരല്ലേ നീ യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കും നിതാ. ജീവിതം മഹീതമാക്കുവാൻ മറന്നു പോയ മനുജനല്ലോ ഞാൻ. അറിഞ്ഞിടാതെ ഞാൻ ചെയ്ത പാപമോ നിറഞ്ഞ കണ്ണുനീർക്കണങ്ങളാ. അന്ധകാരവീതിയിൽ തള്ളിടല്ലേ രക്ഷക, അന്തരംഗം നൊന്തു കേണിതാ. ഇടറി വീഴുവാൻ ഇടതരല്ലേ നീ യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കും നിതാ. വിശ്വമോഹങ്ങൾ ഉപേക്ഷിക്കുന്നു ഞാൻ, ചെയ്ത പാപ പ്രായശ്ചിത്തമായി. ഉലകിൽ വീണ്ടും ഞാൻ ഉലഞ്ഞു പോകല്ലേ, ഉടഞ്ഞൊരു പളുങ്കു പാത്രം ഞാൻ. എൻ്റെ ശിഷ്ടജന്മമോ നിന്റെ പാദലാളനം, എന്നും ആശ്രയം നീ മാത്രമേ. ഇടറി വീഴുവാൻ ഇടതരല്ലേ നീ യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കും നിതാ. മുൾക്കിരീടം ചാർത്തിയ ജീവദായക, പുൽത്തടത്തിൻ തേങ്ങൽ നീ കേട്ടിടില്ലയോ? ഇടറി വീഴുവാൻ ഇടതരല്ലേ നീ യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കും നിതാ. രണ്ടാമത്തെ പാട്ട് നമുക്ക് വളരെ സുപരിചിതമായ പാട്ടാണ്. ഇദ്ധരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാൻ അപ്പനെ. ആ പാട്ട് നമുക്ക് 319 പാട്ടാണത്. ഇദ്ധരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാൻ അപ്പനെ. ഈ പാട്ടിൻ്റെ പശ്ചാത്തലം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കൊച്ചുകുറു എന്ന് പറയുന്ന ദേവദാസനാണ് ഈ പാട്ട്. അദ്ദേഹം വിശ്വാസത്തിൽ വന്നതായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഭവനത്തിൽ നിന്ന്
ഇറക്കിവിട്ടതായിരിക്കുന്ന സമയത്ത് താൻ പാടിയ ഒരു പാട്ടാണ്. അതിലൊരു വരിയുണ്ട്: മാതാപിതാക്കന്മാർ എന്നെ വെടിഞ്ഞാലും സന്താപമില്ല എനിക്ക്, എൻ്റെ മാതാപിതാവേക്കാൾ അൻപ തിങ്ങിടുന്ന ഒരേശുണ്ട് എനിക്ക്. വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ നമ്മുടെ പിതാക്കന്മാരായിരിക്കുന്ന ആളുകൾ കർത്താവിന് വേണ്ടി കൊടുത്ത വില എത്ര വലുതാണ്. ദൈവസ്നേഹത്തിൻ്റെ ആസ്വാദനം അനുഭവിച്ച് അദ്ദേഹം പാടിയ പാട്ടാണ് ഇദ്ധരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാൻ അപ്പനെ. അതെ, നീചനരനാം ഈ ഏഴയെയും സ്നേഹിച്ച് നീചലോകത്തിൽ വന്ന് എനിക്ക് വേണ്ടിയുള്ള നീചമരണം മരിപ്പതിനായി കർത്താവെ അവിടുന്ന് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ ഈ കഷ്ടതകളും ഭാരങ്ങളും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ നിന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ നിന്നെ പാടി എൻ്റെ ജീവകാലമൊക്കെയും കഴിക്കും. നമുക്ക് ഈ പാട്ട് പാടാം. ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. ശത്രുവാമെന്നെ നിൻ പുത്രനാക്കിയിടുവാൻ പുത്രനെ തന്നല്ലോ നീ ദേവാ. ഇത്ര മഹാസ്നേഹം ഇദ്ധരയിലൊരു മധ്യനുമില്ല ദൃഢം ദേവാ. ഇത്ര മഹാസ്നേഹം ഇദ്ധരയിലൊരു മർത്യനുമില്ല ദൃഢം. തീർന്നെൻ്റെ സ്വർഗീയ സ്നേഹിത കഷ്ടകാലത്തും വിടാ എന്നാ കൂട്ടായി തീർന്നെൻ്റെ സ്വർഗീയ സ്നേഹിത കഷ്ടകാലത്തും വിടാ. മുൻപിലും പിൻപിലും കാവലായി നിന്നു നീ മുൻപിൽ നടക്കേണമേ. നിന്റെ ഇമ്പമുള്ള രാജ്യം വന്നു ചേരും വരെ അൻപോടു കാക്കേണമേ. നിന്റെ ഇമ്പമുള്ള രാജ്യം വന്നു ചേരും വരെ അൻപോടു കാക്കേണമേ.
അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോകാം. ഇന്നയോളം ഞങ്ങളെ കരുതിയ നാഥ, ഇനിയും കരുതണം അടിയാരെ. 794 പാട്ടാണത്. 794. ജീവിതത്തിൻ്റെ വഴികളിലെല്ലാം ആപത്തുകളും അനർത്ഥങ്ങളും പതിയിരിക്കുന്നുണ്ട്. എന്നാൽ നാം ജീവിച്ചിരിക്കുന്നത് ദൈവം നമ്മെ കാവൽ ചെയ്യുന്നതുകൊണ്ടാണ്. വാസ്തവത്തിൽ എത്ര വലിയ സംരക്ഷണമാണ് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സംരക്ഷണത്താൽ ദൈവം നമുക്ക് നൽകുന്നത് എന്നത് നമുക്ക് വേണ്ടവണ്ണം മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. ഇന്നയോളം നമ്മെ കരുതി നടത്തിയ കർത്താവ്, നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഇനിയും ഞങ്ങളെ നടത്തണമേ. നാളുകളും നാഴികകളും ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്. ജീവനും മരണവും ദൈവത്തിൻ്റെ നിർണയമാണ്. ജീവൻ തന്നാൽ ജീവിക്കും കർത്താവിനായി, ജീവൻ എടുത്താൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചേരും. ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. സ്തോത്രം. പൗലോസിൻ്റെ വാക്കുകളാണത്. അത് നമ്മുടെയും ജീവിതത്തിൻ്റെ വാക്കുകളായി പറയുവാൻ നമുക്ക് കഴിയുന്നത് എത്ര വലിയ ഭാഗ്യമാണ്. ഇന്നയോളം ഞങ്ങളെ കരുതിയ നാഥ. ഇനിമേലും കരുതണം അടിയാരെ. ഇന്നയോളം ഞങ്ങളെ കരുതിയ നാഥ, ഇനിമേലും കരുതണം അടിയാരെ. നാളും നാഴികയും നിന്ദാനമല്ലോ, ജീവനും മരണവും നിർണയമല്ലോ. നാഴികയും നിന്ദാനമല്ലോ, ജീവനും മരണവും നിർണയമല്ലോ. ഇന്നയോളം ഞങ്ങളെ കരുതിയ നാഥ, ഇനിമേലും കരുതണം അടിയാരെ. കുഴികൾ നിറയും നീരത്തിൽ, ആപത്തനർത്ഥങ്ങൾ നിറയും വഴിയിൽ, ചാവിൻ കുഴികൾ നിറയും നീരത്തിൽ, കാവലായി നീ ഉള്ളതാൽ സ്തോത്രം സ്തോത്രം നാഥ.
കരുതിയ നാഥ ഇനിയും കരുതണം അടിയാരേ. ജീവൻ തന്നാൽ ജീവിക്കും നിനക്കായി, ജീവനെടുത്താൽ ചേരും നിന്നരികിൽ. ജീവൻ തന്നാൽ ജീവിക്കും നിനക്കായി, ജീവനെടുത്താൽ ചേരും നിന്നരികിൽ. ജീവിപ്പതു ക്രിസ്തു, മരിപ്പതു ലാഭം. സ്തോത്രം സ്തോത്രം നാഥ. ജീവിപ്പതു ക്രിസ്തു, മരിപ്പതു ലാഭം. സ്തോത്രം സ്തോത്രം നാഥ. ഇന്നയോളം ഞങ്ങളെ കരുതിയ നാഥ ഇനിമേലും കരുതണം അടിയാരേ. നാളും നാഴികയും നിന്ദാനമല്ല, ജീവനും മരണവും നിർണയമല്ല. നാളും നാഴികയും നിന്ദാനമല്ല, ജീവനും മരണവും നിർണയമല്ല.